ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മൾ ഇന്ന് മുതൽ 7 സന്ധ്യകളിൽ ഇവിടെ ഒത്തുചേരുകയാണ്. ഇന്ന് പരമപൂജ്യ സ്വപ്രഭാനന്ദ സ്വാമികളുടെ തീർത്തും അപ്രതീക്ഷിതമായ സാന്നിധ്യം ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഈ ഒരു പരിപാടിക്കും ഈ പ്രദേശത്തിനൊക്കെ തീർന്നിരിക്കുകയാണ്. ഇവിടെ പരിപാടി പ്രഭാഷണവും സംശയ നിവാരണവും എന്നുള്ളതാണ്. വിവിധ വിഷയങ്ങളാണ് വെച്ചിട്ടുള്ളത്. വിഷയങ്ങളെ സംബന്ധിച്ച് ധീരചൈതന്യജി ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ സമാജത്തിൻ്റെ ശ്രദ്ധയും അതിനനുസൃതമായ താത്പര്യയുക്തമായ പ്രവർത്തനവും ഉയരുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ ശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനും പറ്റും. അതിൻ്റെ പ്രായോഗികതയാൽ സ്വജീവിതത്തെയും സമാജ ജീവിതത്തെയും ധന്യമാക്കാനും കഴിയും. അതിനുള്ള ഗതി ഇത്തരം ചിന്തനങ്ങളിലൂടെ അല്പമെങ്കിലും സാധ്യതമാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അല്പസമയം മാത്രം എന്തെങ്കിലും പറയാം. പിന്നീട് കൂടുതൽ സമയം സംശയ നിവാരണത്തിന് നീക്കി വയ്ക്കുക. എവിടെ ചെന്നാലും നമ്മൾ കൂടുതൽ സമയം സംശയ നിവാരണത്തിനാണ് കൊടുക്കുന്നത്. കാരണം ഒന്ന്, ഒരു വ്യക്തി എത്ര തന്നെ വിശദമായി ഒരു വിഷയത്തെ പ്രതിപാദിച്ചാലും സമാജത്തിൻ്റെ തലത്തിൽ നിന്നുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴാണ് അത് വിവിധ തലസ്പർശിയായി മാറുക. 2, എത്ര നമ്മൾ ഏകാഗ്രതയോടുകൂടി ഇരുന്നാലും സാമാന്യ സമൂഹത്തിന് ഒരു 10-20 മിനിറ്റൊക്കെ പറ്റൂ. അത് കഴിയുമ്പോഴത്തേക്ക് മനസ്സങ്ങ് പോവും, ഇങ്ങ് പോവും. പിന്നെ ആളിരിക്കലുണ്ടാവും. ആൾ വാങ്ങിച്ച 2-3 മണിക്കൂറൊക്കെ ഒരു തടസ്സവും ഇല്ലാണ്ടിരിക്കും. പക്ഷെ മനസ്സ് വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ടാവും. അപ്പോൾ സുദീർഘമായൊരു വ്യക്തി പ്രസംഗിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സംശയ നിവാരണമാകുമ്പോൾ ചെറിയ ചെറിയ മറുപടികളാവുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതിനേക്കാളൊക്കെ പ്രധാനം ഏതെങ്കിലും സംഘാടകർ നിശ്ചയിക്കുന്ന വിഷയമല്ല സംശയ നിവാരണമാകുമ്പോൾ. അത് സമൂഹം നിശ്ചയിക്കുന്ന വിഷയം. അത് പ്രായോഗിക തലത്തിൽ സമാജത്തിന് ഗുണം ചെയ്യും. ഇതാണ് നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവം. അതുകൊണ്ടാണ് കൂടുതൽ സംശയ നിവാരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും പറയട്ടെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇന്നതേ ചോദിക്കാവുന്നില്ല, ഇന്ന വിഷയമേ ആകാവുന്നില്ല.
എന്തും ചോദിക്കാം. പക്ഷെ എന്തിനും മറുപടി ഒന്നുമില്ല. അറിയുന്നതാണെങ്കിൽ മാത്രം മറുപടി പറയുക. അതുകൊണ്ട് അതിന് സമയം ഉപയോഗിക്കുക. ഒരു കഷ്ണം കടലാസിൽ കുറിച്ചിട്ട് ഇതാ അവിടെ മധുമാഷുണ്ട്, മാഷെടുത്ത് കൊടുത്താൽ മതി. ഇവിടെ വ്യത്യസ്ത വിഷയങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നാണ് വിഷയം. ശ്രീരാമകൃഷ്ണ ദേവൻ എന്ന് പറയുന്നതാണ് കൂടുതൽ സുഖം. ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് നമ്മൾ എത്ര കൂടിച്ചേർന്നിരുന്ന് പറഞ്ഞാലും പറഞ്ഞ് തീരില്ല. എന്താ പറയുക അതും അറിയില്ല. കാരണം ഏത് ദൃഷ്ടിയിലാണോ നമ്മൾ നോക്കുന്നത് ആ ദൃഷ്ടിയിൽ മഹാപുരുഷന്മാരെ നമുക്ക് നോക്കിക്കാണാം. പക്ഷെ നമ്മുടെ ദൃഷ്ടി എപ്പോഴും ബാഹ്യമാണ്, സ്ഥൂല വിഷയത്തെ ദർശിക്കുന്നതാണ്. ബാഹ്യവും സ്ഥൂല വിഷയത്തെ ദർശിക്കുന്നതുമായ ദൃഷ്ടി കൊണ്ടൊരിക്കലും ഒരു മഹാപുരുഷനെ നോക്കിക്കാണാൻ കഴിയില്ല. ഏതുപോലെ പടർന്ന് പന്തലിച്ച് അനേക ശതം ശാഖകൾ, അനേക സഹസ്രം ചെറിയ ചെറിയ കൊമ്പുകൾ, ലക്ഷക്കണക്കിന് കവരങ്ങൾ, അനേക ലക്ഷം ഇലകൾ, പൂക്കൾ, കായ്കൾ, പഴങ്ങൾ, എത്രയോ ആയിരം പക്ഷികൾക്ക് ആലംബമാണ്, ആശ്രയമാണ്. അങ്ങനെയുള്ളൊരു മഹാവൃക്ഷം ഏത് കാറ്റത്ത് എത്ര ആടിയാലും ഉലഞ്ഞാലും അത് തല ഉയർത്തി പടർന്ന് പന്തലിച്ച് നിലകൊള്ളുന്നു. അതിനൊക്കെ നമുക്ക് വാഴ്ത്താം. ഇലകളെക്കുറിച്ച് എഴുതാം, കൊമ്പുകളെക്കുറിച്ച് കണ്ടതൊക്കെ വർണ്ണിക്കാം. പക്ഷേ ആ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത്, ആ വൃക്ഷത്തിൻ്റെ മഹിമയ്ക്ക് മുഴുവൻ ഹേതുവായിരിക്കുന്നത് നമ്മൾ കാണാത്തതാണ്. അത് ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങി അതിനെ രൂഢമായി ബലപൂർവകം പിടിച്ചു വച്ചിരിക്കുന്ന വേരുകളാണ്. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതൊരു മഹാപുരുഷനെക്കുറിച്ച്, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് മാത്രമല്ല, ഏതൊരു മഹാപുരുഷനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിലും അവിടുന്ന് ബാഹ്യമായി എന്തൊക്കെ ചെയ്തു, അവിടുത്തെ ശിഷ്യോപദേശങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ശാസ്ത്ര പ്രസരണം എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് രീതിയിൽ അവിടുന്ന് ലോകത്തിൽ വ്യവഹരിച്ചു, ഏത് മഹിമ കൊണ്ട് നമ്മൾ കാലാതീതമായിട്ട് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതൊന്നുമല്ല അവിടുത്തെ സ്വത്വം. ശ്രീരാമകൃഷ്ണദേവനെ അല്പം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അവിടുത്തെ ജീവചരിത്രങ്ങളൊക്കെ സമാഹരിച്ച് ലഭിക്കാവുന്ന അത്രയും നമ്മൾ പഠിച്ചു തന്നെ വിചാരിച്ചോളൂ. എന്തൊക്കെ ശ്രീരാമകൃഷ്ണ സാഹിത്യം നമുക്ക് ഇന്ന് ലബ്ധമാണോ അതെല്ലാം പഠിച്ചു എന്ന് വിചാരിച്ചോളൂ. പക്ഷേ എന്താണ് അവിടുത്തെ സ്വരൂപം നമുക്ക് പറയാനൊക്കില്ല. ശിവമഹിംന സ്തോത്രകാരൻ പുഷ്പദന്ത കൃതം എന്നാണ് ശിവമഹിംന അറിയപ്പെടുന്നത്. ഇത്ര ഹൃദ്യമായ ശിവത്തെയും ശിവനെയും ഒരുപോലെ ഹൃദയസുന്ദരമായി വർണ്ണിക്കുന്നൊരു കൃതിയാണ്. അതിൻ്റെ സൗന്ദര്യവും മഹിമയും വാക്കുകൊണ്ട് പറയുക വിഷമം. ഇവിടെ ശിവതത്വത്തെക്കുറിച്ച് പറഞ്ഞ് പതുക്കെ ശിവനിലേക്ക് പ്രവേശിച്ച് അവിടുത്തെ ലീലകളൊക്കെ വർണ്ണിച്ച് അങ്ങേയറ്റത്തെ മഹിമായുക്തമായി ശിവസ്തുതി ചെയ്ത് അവസാനം പറയണത് എന്താ അറിയോ? തവ തത്വം ന ജാനാമി കീദൃശോസി മഹേശ്വര യാദൃശോസി മഹാദേവ താദൃശായ നമോ നമഃ. വലിയ കൗശല അത്. തവ തത്വം ന ജാനാമി അഹം. നിൻ്റെ തത്വം, നിൻ്റെ വാസ്തവിക സ്വരൂപം
എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. കീദൃശോസി മഹേശ്വര, ഹേ മഹേശ്വര, ത്വം കീദൃശഃ അസി, നീ എങ്ങനെയുള്ളവനാ ഞാൻ അറിയുന്നില്ല. എന്നാൽ പിന്നെ നമസ്കരിക്കാണ്ട് പറ്റുമോ? നമസ്കരിക്കാൻ തുടങ്ങിയില്ലേ? നമസ്കരിക്കാൻ തുടങ്ങിയിട്ട് അറിയില്ല പറഞ്ഞാൽ ശരിയാവും. അതിന് ആദ്യം എനിക്കറിയില്ല, ഞാൻ നമസ്കരിക്കാൻ ഇല്ല പറഞ്ഞാൽ കുഴപ്പമില്ല. നമസ്കരിക്കാൻ തുടങ്ങി, അപ്പോഴാണ് ചിന്തിച്ചപ്പോൾ എനിക്ക് അവിടുത്തെ സ്വരൂപം അറിയില്ല പറഞ്ഞത്. അപ്പോഴാണ് ഏറ്റവും വലിയ കൗശലം പ്രയോഗിച്ചത്. യാദൃശോസി മഹാദേവ, നീ എങ്ങനെയുള്ളവനാണോ മഹാദേവ, താദൃശായ നമോ നമ, അങ്ങനെയുള്ളവന് നമസ്കാരം. വല്ല തെറ്റുമുണ്ടോ? ഇതിൽ പരം ഒരു നമസ്കാരം പറയപ്പെട്ടേ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ആലോചിച്ച് നോക്കൂ. എന്താണോ നിൻ്റെ സ്വരൂപം അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം. നീ കറുത്തിട്ടാണെന്നോ വെളുത്തിട്ടാണെന്നോ ഞാൻ പറയണില്ല, നീ ശ്രോത്രിയനാണ് അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠനാണെന്നൊന്നും ഞാൻ പറയണില്ല, ഒന്നും അറിയില്ല. എന്താണോ നിൻ്റെ സ്വരൂപം അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം. ഇതുപോലെയേ നമുക്ക് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് പറയാൻ കഴിയും. പിന്നെ എന്താ പറയാൻ കഴിയുക? പുറമെ ചിലതൊക്കെ നോക്കി പറയാം, അത്രയേ ഉള്ളൂ. ആ പുറമെ ചിലതൊക്കെ പറയുമ്പോൾ ചില സൂചനകളിലൂടെ അകത്തേക്ക് പോവാൻ ജിജ്ഞാസുക്കൾക്ക്, ശ്രദ്ധാലുക്കൾക്ക് സാധിക്കും, അത്രമാത്രം. ഇനി അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏത് ദൃഷ്ടിയിലാണ് പറയേണ്ടതെന്ന് അറിയില്ല. നേരത്തെ ഇവിടെ ഈ പ്രദേശത്തെക്കുറിച്ച് പറയുകയുണ്ടായി, ധീരജേന്ദ്രജി പറയുകയുണ്ടായി. സംഘത്തിൻ്റെ പ്രവർത്തനം ആദ്യം ആരംഭിച്ച പ്രദേശങ്ങളിൽ ഒന്നെന്നൊക്കെ. ആ ഒരാശയവുമായി ബന്ധപ്പെടുത്തി അല്പം ഒന്ന് പറയട്ടെ. ലോകത്തിൽ എല്ലാ ഭാഷകളെയും നമ്മൾ സരസ്വതിയായിട്ട് തന്നെയാണ് മാനിക്കുന്നത്. ഒരു ഭാഷയെയും നമ്മൾ നിന്ദിക്കില്ല. എല്ലാ ഭാഷയും അഥവാ എല്ലാ ഭാഷകളും സരസ്വതിയുടെ മൂർത്ത രൂപങ്ങളാണ് നമുക്ക്. ഇനി പറയട്ടെ, അക്കൂട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷ സുന്ദരമാണ്, വളരെ ശ്രേഷ്ഠമാണ്. ഇംഗ്ലീഷ് ഭാഷയെ അങ്ങേയറ്റം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഭാരതത്തിൽ നടപ്പിലാക്കാൻ ആരംഭിച്ചത് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യം ഭാഷാമഹിമ പ്രസരിപ്പിക്കുക എന്നുള്ളതല്ല, ആ ഭാഷയിലൂടെ മറ്റ് സാഹിത്യങ്ങളിലേക്കും തത്വചിന്തയിലേക്കും ഭാരതീയ സമൂഹത്തെ പ്രവേശിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് അതൊക്കെ സംഭവിച്ചു എന്നുള്ളത് ശരി, മറിച്ച് ആകാരത്തിൽ ഭാരതീയരും ആശയത്തിൽ അഭാരതീയരുമായ ഒരു പറ്റം അടിമകളെ സൃഷ്ടിക്കണം. അതിലൂടെ അവരുടെ അധീശത്വ ഭരണം തുടർന്ന് കൊണ്ടുപോകണം. ഈ ഒറ്റ ഉദ്ദേശ്യത്തോടു കൂടിയാണ് 1836 പരീക്ഷണാടിസ്ഥാനത്തിൽ ഹൂഗ്ലി പ്രവിശ്യയിൽ, കൽക്കട്ടയിൽ ഹൂഗ്ലി ആ പ്രദേശത്ത് ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഭാരതത്തിൽ. ഇത് ഭാഷയല്ല ദോഷം പറഞ്ഞത്, ഭാഷാ പഠനം നടപ്പിലാക്കിയതിൻ്റെ ദുരുദ്ദേശ്യം. അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. ഇത് ഭാരതമാണ്, ഇവിടെ അങ്ങനത്തെ കുത്സിതങ്ങളായ ഒരു ലക്ഷ്യങ്ങളും വിജയിക്കാൻ പോകുന്നില്ല, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെയാണ് അതേ വർഷം അതേ പ്രദേശത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഭൂജാതനായി. അതേ വർഷം അവിടുത്തെ ആധ്യാത്മിക സാധനകളോ ആ സാധനകളിലൂടെ സർവ ആചാര്യന്മാരാലും അങ്ങേയറ്റം ആദരിക്കപ്പെട്ട പദത്തിലേക്ക് സ്വയം ഉയർന്നതോ, ഇദ്ദേഹം നിശ്ചയമായും ഒരു പരമഹംസനാണ് എന്ന് വിവിധ തന്ത്രശാസ്ത്രങ്ങളിൽ നൈപുണ്യമുള്ളവരാൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ടതോ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരാശയം മാത്രം പറയട്ടെ. അതേ വർഷം ഏത് ഉദ്ദേശ്യത്തോടു കൂടി, അതായത് ഭാരതത്തിൽ അടിമത്തം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ആകാരത്തിൽ ഭാരതീയരും ആശയത്തിൽ അഭാരതീയരുമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി
വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചെങ്കിൽ അതേ വർഷം അതേ സ്ഥലത്ത് ഭൂജാതനായ ശ്രീരാമകൃഷ്ണദേവൻ അതേ ഭാഷയിലൂടെ ലോകം മുഴുവൻ ഭാരതത്തിൻ്റെ മഹിതമായ സന്ദേശത്തെ പ്രസരിപ്പിച്ചു. എന്താ സ്വാമി പറയണത്? ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ ലോകം മുഴുവൻ ഇംഗ്ലീഷിലൊന്നും പ്രസംഗിച്ചിട്ടില്ലല്ലോ. സ്വാമിജി പറഞ്ഞു, ഞാൻ എന്ത് നിങ്ങളോട് പറയുന്നുവോ അത് മുഴുവൻ അവിടെ ദക്ഷിണേശ്വരത്ത് അർദ്ധവസ്ത്രങ്ങളെയും ധരിച്ച് വാർദ്ധക്യത്തിൻ്റെ സമീപത്തിലേക്കെത്തി ഇരുന്ന ആ വ്യക്തി എനിക്ക് തന്നതാണ് ഞാൻ നിങ്ങളോടൊക്കെ ഇപ്പോൾ പറയുന്നത്. മറ്റൊരിടത്ത് സ്വാമിജി പറഞ്ഞു, അവിടുന്ന് പറഞ്ഞതിനെ ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഉപാധി മാത്രമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്വാമിജിയുടെ വിശ്വപ്രസിദ്ധമായ മൈ മാസ്റ്റർ എന്നുള്ള ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കുക. സ്വാമിജിയുടെ പ്രഭാഷണങ്ങളും മറ്റ് പഠന പദ്ധതികളിലുള്ള പങ്കാളിത്തങ്ങളൊക്കെ അനുഭവിച്ചപ്പോൾ യൂറോപ്പിൽ, അമേരിക്കയിൽ വലിയ പ്രതികരണമുണ്ടായി. ആ പ്രതികരണത്തിൽ വലിയൊരംശം ഇതാണ് ഭാരതമെങ്കിൽ നമ്മൾ മിഷണറിമാരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നായിരുന്നു. കേവലം മിഷണറിമാരെ പറഞ്ഞയക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രമല്ല വന്നത്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള വലിയ ഉത്കടമായൊരു വീര്യം സ്വാമിജിയിലൂടെ പ്രവർത്തിതമായി. ഉത്കടമായ അതിൻ്റെ ഏറ്റവും സമൂർത്തമായ ഭാവം നമുക്ക് മനസ്സിലാക്കണോ? ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ പഠിക്കുക. കൊളംബോ മുതൽ അൽമോറ വരെ എന്ന പേരിൽ അത് മലയാളത്തിലുണ്ട്. എങ്കിലും ഇംഗ്ലീഷ് അറിയുന്നവരൊക്കെ ഇംഗ്ലീഷ് തന്നെ പഠിക്കണം. കാരണം ഭാഷാന്തരം ചെയ്യുമ്പോൾ അതിൻ്റെ വീര്യത്തിലൊക്കെ കുറേ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്താ സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഏത് വർഷം നമ്മളെ കൂടുതൽ കൂടുതൽ അടിമത്തത്തിലേക്ക് ആഴ്ത്താൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് പദ്ധതി ആരംഭിച്ചുവോ അതേ വർഷമാണ് ശ്രീരാമകൃഷ്ണദേവൻ ഭൂജാതനായത്, അതേ പ്രദേശത്ത്. എന്നിട്ടോ അക്കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏറ്റവും നേടിയിരുന്ന യുവജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചു. രണ്ട് വിഭാഗത്തിലും. ഒന്ന്, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ പാലിച്ചുകൊണ്ട് സമൂഹത്തിൽ സ്വാധീന ശക്തികളായിരുന്ന പലരെയും, അതിലുപരി ഭാവി സന്യാസിമാരായി ലോകം മുഴുവൻ അനിഷേധ്യമായ വൈദ്യുത പ്രസരം പോലെ ധർമ്മ സന്ദേശം വ്യാപിപ്പിക്കുന്ന മഹാത്മാക്കളെ സൃഷ്ടിച്ചുകൊണ്ടു. ശ്രീരാമകൃഷ്ണദേവൻ അധികം ഇംഗ്ലീഷൊന്നും അറിയില്ല, കുറേ വാക്കുകളൊക്കെ അറിയാമെന്ന് മാത്രം. കുറേ വാക്കുകൾ അറിയാം, അതിൽ കവിഞ്ഞ് ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ആളല്ല. പക്ഷേ അവിടുത്തെ ആദ്യ ശിഷ്യന്മാർ എല്ലാവരും തന്നെ, കുറച്ച് പേര് അതിലൊഴിവുണ്ട് എങ്കിലും എല്ലാവരും തന്നെ ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെ അങ്ങേയറ്റം പഠിച്ചവർ, അന്ന് ഭാരതത്തിൽ സാധിക്കുന്നതിൻ്റെ പരമാവധി പഠിച്ചവർ. നമ്മൾ പലപ്പോഴും വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് മാത്രമാണ് ഏറെ പറയാറ്, പോരാ. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയി, നമുക്കൊക്കെ അറിയാം, വലിയൊരു തരംഗമുണ്ടാക്കി. അവിടുന്ന് യൂറോപ്പിലേക്ക് പ്രവേശിച്ചു, യൂറോപ്പിലും വലിയൊരു തരംഗമുണ്ടാക്കി. എന്ന് മാത്രമല്ല, നമ്മെ ഇവിടെ അടക്കി ഭരിച്ചിരുന്നവർ ഏത് പ്രദേശത്തുള്ളവരോ അവിടുന്ന് തന്നെ മുഖ്യ ശിഷ്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ ഭഗിനി നിവേദിതയിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് ആത്മാഹുതി ചെയ്ത ഒരുപാട് ധീരന്മാർ ആവിർഭവിച്ചു. നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്, ഒട്ടനവധി. പക്ഷേ താൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത് താൻ പ്രവർത്തിച്ചതിൻ്റെ പിന്തുടർച്ച ഉറപ്പ് വരുത്തിക്കൊണ്ടായിരുന്നു. തുരീയാനന്ദ സ്വാമികളെയും ത്രിഗുണാതീതാനന്ദ സ്വാമികളെയും
അതുപോലെ അഖണ്ഡാനന്ദ അഭേദാനന്ദ സ്വാമികളെയും ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ച ചെയ്യാൻ നിയോഗിക്കുക എന്നുള്ള വാക്ക് ശരിയാണോ എന്നറിയില്ല, എങ്കിലും ആ ദീപം അങ്ങോട്ട് കൈമാറിക്കൊണ്ടാണ് സ്വാമിജി വന്നത്. അവർ അവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ അത് വളരെ വലുതായിരുന്നു. അതുകൊണ്ടുണ്ടായ ഹിന്ദു ധർമ്മത്തിൻ്റെ അമേരിക്കയിലും തദ്വാര യൂറോപ്പിലും ഉണ്ടായ സ്വാധീനങ്ങൾ വളരെ വലുതായിരുന്നു. അത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് പകർന്ന വീര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലേറെയായിരുന്നു. പിന്നീട് ആ വീര്യം കെട്ടടങ്ങിപ്പോയി, സ്വാതന്ത്ര്യത്തിന് പകരം വിഭജനത്തിൽ കലാശിച്ചു. അതൊക്കെ വേറെ വിഷയം. പക്ഷേ 1896 ഒടുവിൽ ഒരു പക്ഷേ ഒരു സന്യാസിക്ക് അത്ര ഹാർദവും ശക്തവും അത്ര സമുജ്വലവുമായൊരു സ്വീകരണം അതിനു മുമ്പോ പിമ്പോ ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്തരം സ്വീകരണമാണ് സ്വാമിജി തിരിച്ചു വന്നപ്പോൾ ഭാരതത്തിൽ നൽകപ്പെട്ടത്. ആ സ്വീകരണ യോഗങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായ പ്രഭാഷണം സ്വാമിജി ചെയ്തത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. ആ പ്രസംഗങ്ങളിൽ സ്വാമിജി പറഞ്ഞു, അടുത്ത 50 വർഷം ഭാരതാംബയാകട്ടെ നിങ്ങളുടെ ഉപാസ്യ ദേവത എന്ന്. ഒന്ന് കണക്കൂട്ടി നോക്കൂ. അന്ന് സ്വാമിജി പറഞ്ഞത് പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥാവിശേഷം ഭാരതത്തിനുണ്ടായിരുന്നെങ്കിൽ ഒരു സംശയമില്ലാതെ പറയാം, 1947 മുമ്പ് തന്നെ വിഭജനമല്ല, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം സാധ്യതമാകുമായിരുന്നു. പക്ഷെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നടന്ന വീതം വെക്കലുകളും വിലപേശലുകളും മറ്റും വിഭജനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. അത് ചരിത്രത്തിൻ്റെ മറ്റൊരു വിഷയം നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ പറയാൻ ആരംഭിച്ചത്, ഈ ഒരു വ്യക്തിത്വത്തിൽ നമ്മൾ ശ്രീരാമകൃഷ്ണദേവനൊന്ന് കണ്ടുവെക്കൂ, എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സനാതനധർമ്മത്തിൻ്റെ ലോകം മുഴുവൻ സനാതനധർമ്മം വ്യാപിച്ച ഈ ഭാരതഭൂമി ഇത് ഇനിയും അടിമയായി തന്നെ നിലനിന്നാൽ ലോകത്തിൽ സനാതനധർമ്മത്തിൻ്റെ പ്രഭവസ്ഥാനം തന്നെ ഉണ്ടാവില്ല. ഗ്രന്ഥങ്ങളിലൂടെ ഒരിക്കലും ഒന്നും നിലനിൽക്കില്ല. ജനങ്ങളിലൂടെ, ജീവിതത്തിലൂടെ മാത്രമേ നിലനിൽക്കൂ. ഗ്രന്ഥങ്ങളിലൂടെ നിലനിൽക്കുമെങ്കിൽ ഇന്ന് നമുക്ക് ഗ്രീക്ക് സംസ്കാരം അനുഭവത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഗ്രന്ഥങ്ങൾ നശിക്കാതെയുണ്ട് വലിയ പങ്ക്, പക്ഷേ സംസ്കാരം ഇല്ലല്ലോ. ഭാരതം നിലനിൽക്കുന്നത് ഭാരതത്തിലൂടെയാണ്. സനാതന ധർമ്മം നിലനിൽക്കുന്നത് ധർമ്മമൂല്യങ്ങളെ പാലിക്കുന്നതിലൂടെയാണ്. അതിനുതകുന്ന തരത്തിൽ അടിമത്തത്തിൻ്റെ അടിവേരുകൾ തന്നെ അറക്കുന്ന വിധത്തിൽ ഭാരതത്തിൻ്റെ സ്വത്വത്തെ ഉൾക്കൊണ്ട് പ്രസരിപ്പിക്കുന്ന ശിഷ്യന്മാരെ വാർത്തെടുത്ത് പ്രചരിപ്പിച്ച മഹാൻ അതേ സംവത്സരം ജനിച്ചത് ആകസ്മികമാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇത് ഒന്ന് വികസിപ്പിച്ച് നോക്കൂ. ഈ പറഞ്ഞ വിഷയം ഇങ്ങനെയൊരു തലം. മറ്റൊരു തലം നമുക്ക് കാണാൻ കഴിയും. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി എന്നുള്ള വേദം, വാസ്തവത്തിൽ ഇതാണ് ഭാരതത്തിൻ്റെ ആത്യന്തികമായ ധർമ്മത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട്. പരമാത്മ സംബന്ധിയായതല്ല പറയണത്. ആത്യന്തികമായി ധർമ്മത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ സത്യം ഏകമാണ്. അതിനെ പല ഭാഷയിൽ പല പേരുകളിൽ പറയുന്നു, പല ആവിഷ്കാരങ്ങൾ കൽപ്പിക്കുന്നു. സത്യം ഏകമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ പേരിൽ കലഹിക്കുക അസ്ഥാനത്താണ്. അപ്പോൾ ലോകത്തിൽ മതകലഹങ്ങളില്ലേ? ഉണ്ട്. അത് ഈശ്വരൻ്റെ പേരിലല്ല, മതങ്ങളുടെ പേരില്ല. ഈശ്വരൻ്റെ പേരിൽ ആരെങ്കിലും കലഹിച്ചു വെച്ചാൽ അത് ഈശ്വരനോട്ട് ബാധിക്കുന്നുമില്ല. ഈ
വിപ്രാഹ ബഹുധാ വദന്തി, വിപ്രന്മാർ വിദ്വാൻമാർ പല പ്രകാരത്തിൽ പറയുന്നു, പക്ഷേ സത്യം ഏകമാണ്, അദ്വിതീയമാണ്. ഈ ഒരു പ്രഖ്യാപനത്തെ തൻ്റെ ജീവിത സാധനകളിലൂടെ, വിവിധങ്ങളായ സാധനാക്രമങ്ങളിലൂടെ കടന്ന് സ്വയം അനുഭവിക്കുകയും അത് ലോകത്തിനോട് വിളിച്ചു പറയുകയും ചെയ്ത മഹാപുരുഷൻ, അതാണ് ശ്രീരാമകൃഷ്ണദേവൻ. അവിടുത്തെ സാധനാ ജീവിതം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സനാതന ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ വൈദിക സംസ്കൃതിയുടെ അതിൽ അന്തർഭവിച്ചതായി നിലകൊള്ളുന്ന വ്യത്യസ്ത ധാരകളിലൂടെ അവിടുന്ന് കടന്നുപോയി. അതിൽ വൈഷ്ണവവും ശൈവവും എല്ലാം വന്നു ചേരുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനം അവിടുന്ന് ശക്തയമായിരിക്കുന്ന ദേവി ഉപാസനാപരമായ രീതിയിലൂടെയാണ് മുന്നോട്ട് വന്നതെന്ന് നമുക്കറിയാം. തുടർന്ന് എല്ലാ പദ്ധതികളിലൂടെയും കടന്നുപോയി. അവിടുന്ന് കടന്നു പോകാത്ത പദ്ധതിയില്ല, എല്ലാത്തിലൂടെയും. ആ കടന്നുപോയ പദ്ധതികൾ ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം ആരാധനാ രീതികളിലൂടെ കടന്നുപോയി. ഒന്നും ബാഹ്യമോ എന്താ പറയേണ്ടത്, ആന്തരികമായ ഭാവത്തെ ഉൾക്കൊള്ളാതെ ആയിരുന്നില്ല. ഒന്നും കൃത്രിമമായിരുന്നില്ല. ഒന്നും മറ്റാർക്കെങ്കിലും വേണ്ടിയോ മറ്റാരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയായിരുന്നില്ല. എല്ലാ പദ്ധതികളിലൂടെയും കടന്നുപോയി സ്വാനുഭൂതി സമ്പന്നതയിൽ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സത്യം ഏകമാണ്. ആ ഏകമായ സത്യത്തെയാണ് പല പേരിൽ വിളിക്കുന്നത്. ചിന്തിക്കുക. എന്നാൽ ആത്യന്തികമായ ആ ഏക സത്യത്തിലേക്ക് ഉയരുന്നതിനുള്ള മാർഗം ലളിതങ്ങളായ കഥകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും ജനസാമാന്യത്തിന് ബോധിപ്പിച്ചുകൊണ്ടേ അവിടുന്ന് വർത്തിച്ചു. ഇതല്ല ആത്യന്തികമായി പറയാൻ പോണത്, പറഞ്ഞു തുടങ്ങുകയാണ്. ഒന്നുകൂടി പറയാം. ലളിതങ്ങളായ കഥകളിലൂടെയും മറ്റ് ആഖ്യാനങ്ങളിലൂടെയും തൻ്റെ ആ ആധ്യാത്മിക അനുഭൂതിയുടെ ബോധിപ്പിക്കാവുന്ന വശങ്ങളെ ജനങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ട് അവിടുന്ന് വർത്തിച്ചു. അതെന്തൊക്കെയാണ് അവിടുന്ന് പകർന്നു നൽകിയതെന്നുള്ളതിൻ്റെ ചെറിയ അംശം നമുക്ക് ലഭിക്കും. വിദ്യാലയം ഒഴിവുണ്ടായിരുന്ന ദിവസങ്ങളിൽ പോയപ്പോഴൊക്കെ താൻ കുറിച്ചു വെച്ചത് പിന്നീട് ഗ്രന്ഥാകാരത്തിലാക്കി മഹേന്ദ്രനാഥ ഗുപ്തൻ എം എന്ന പേരിൽ രേഖപ്പെടുത്തിയത്. ദി ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ. നമുക്കത് വായിക്കാം. ഹൃദ്യസുന്ദരമായ ഭാഷയിൽ മലയാളത്തിലും അത് അനുവാദം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതാണോ അവിടുത്തെ പാരമാർത്ഥികമായ ഉപദേശം എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ചിന്തിക്കേണ്ടി വരും. കാരണം ജനസാമാന്യം വന്നു ചേരുന്ന സന്ദർഭങ്ങളിൽ നൽകിയ ഉപദേശങ്ങളാണ് അതൊക്കെ. അത് സാമാന്യ വ്യക്തികൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഹൃദ്യങ്ങളായ സുന്ദരങ്ങളായ ലളിതങ്ങളായ കഥകളും മറ്റാഖ്യായികകളുമാണ്. എന്നാൽ അവിടുത്തെ അന്തരംഗ ശിഷ്യന്മാർക്ക് നൽകപ്പെട്ട ഉപദേശങ്ങൾ അതല്ല. അന്തരംഗ ശിഷ്യന്മാർ അങ്ങനെ പൊതുസമൂഹം വരുന്ന ദിവസങ്ങളിലല്ല, മറ്റെല്ലാ ദിവസങ്ങളിലും കൂടെ ഉണ്ടാവുകയും അവർക്ക് നൽകിയ ഉപദേശങ്ങൾ എന്ത്, ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് മാസ്റ്റർ മഹാശയൻ അല്ലെങ്കിൽ മഹേന്ദ്രനാഥഗുപ്തൻ എഴുതിയിട്ടില്ല. അത് നമുക്ക് ലഭിക്കുക സ്വാമിജിയിലൂടെയും അതുപോലെ ബ്രഹ്മാനന്ദ സ്വാമികളിലൂടെയും അതുപോലെ ശിവാനന്ദ സ്വാമികളിലൂടെയൊക്കെയാണ്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷനും കാര്യദർശിയും ഒക്കെ ആയിരുന്ന മഹാപുരുഷന്മാരുടെ പേരുകളാണ് പരാമർശിച്ചത്. നേരിട്ടുള്ള ശിഷ്യന്മാർ, ആ നേരിട്ടുള്ള ശിഷ്യന്മാരുടെ കൃതികളിലൂടെയും രചനകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്തായിരുന്നു അവർക്ക് അവിടുന്ന് പകർന്നു നൽകിയ ഉപദേശങ്ങൾ. ഒന്ന് മാത്രം പറയട്ടെ, ശുദ്ധമായ വേദാന്ത വിചാരമാണ്. ശുദ്ധമായ വേദാന്ത വിചാരമാണ്.
പരമമായ അദ്വൈതത്തെ ചൂണ്ടിക്കാണിച്ച, അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന വേദാന്ത ചിന്തയുടെ ആഴങ്ങളിലേക്കാണ് അവിടുന്ന് അന്തരംഗ ശിഷ്യന്മാരെ നയിച്ചിരുന്നതെന്ന് ഈ മഹാപുരുഷന്മാരുടെ കൃതികളിലൂടെ നമുക്ക് മനസ്സിലാവും. അതിന് ധാരാളം സാഹിത്യം നമുക്ക് ലഭിക്കും. സ്വാധ്യായം ചെയ്യുന്നൊരു ശീലം നമുക്കുണ്ടാവുക മാത്രമേ വേണ്ടൂ. ഇതിൽ വലിയൊരു അനുഗ്രഹം മലയാളികളെ സംബന്ധിച്ചുള്ളത് ഈ ഗ്രന്ഥങ്ങളിൽ ഭൂരിഭാഗവും മലയാളത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് വേണം? സമയം കണ്ടെത്തണം. സമയമില്ല എന്ന് പറയരുത്. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 24 മിനിറ്റെങ്കിലും നമ്മൾ നീക്കി വയ്ക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഈ 2 തലങ്ങളെ. ഒന്ന്, ജനസാമാന്യത്തിന് സുലളിതങ്ങളായ കഥകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും മറ്റും പകർന്നു നൽകിയ ധർമ്മത്തിൻ്റെയും ഭക്തിയുടെയും വേദാന്ത വിചാരത്തിൻ്റെയും ആശയങ്ങൾ ഒരു ഭാഗത്ത്. ശ്രീരാമകൃഷ്ണ വചനാമൃതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാമാന്യ സമൂഹത്തിന് ഭക്തിയുടെയോ ധർമ്മത്തിൻ്റെയോ അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെയോ തലത്തിൽ മറ്റൊന്നും മനസ്സിലാക്കാനില്ല. പക്ഷേ സൂക്ഷ്മ സാധനയിലൂടെ ആഴങ്ങളിലേക്ക് പോകുന്നവർക്ക് അത് പോരാ. അത് നമ്മൾ അവിടുന്ന് നൽകിയ ഉപദേശങ്ങൾ ശിഷ്യരിലൂടെ പ്രകടിതമായതിനെ ശ്രദ്ധിക്കുക. അപ്പം മനസ്സിലാവും ധർമ്മത്തിൻ്റെയും ധർമ്മത്തിനുപരിയുള്ള എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും സന്ദേഹം ഉണ്ടാവും. ഭഗവാൻ സുദീർഘമായി ധർമാനുസൃതമായി ഉപദേശം ചെയ്ത ശേഷം അവസാനം എല്ലാ കാലവും ധർമ്മം പരിപാലിച്ചോളൂ എന്നല്ല പറഞ്ഞത്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്നാണ്. ആ ഏകം ശരണം വ്രജ എന്ന തലം ധർമ്മത്തിനുപരിയുള്ള തലമാണ്. അത് ധർമ്മത്തിൻ്റെ തലമല്ല. ആ തലത്തെയാണ് ത്യജ ധർമ്മമധർമ്മം ച ഉഭേ സത്യാനിർദേ ത്യജ ഉഭേ സത്യാനിർദേ ത്യക്ത്വ ജ്ഞേന ത്യജസി തത്യജ എന്ന് അനുഗീതയിൽ വ്യാസഭഗവാൻ നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പം ഈ 2 തലങ്ങളും ഒരുപോലെ എങ്ങനെ സമ്യക്കായി സമന്വയിക്കപ്പെട്ടു അവിടെ എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനുഭൂതിയുടെ സ്വാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്വയം വിഹരിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു മഹാപുരുഷനെ നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് പുറമേ നിന്ന് നോക്കി കാണാൻ കഴിയില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താ കാണാൻ കഴിയുക? ഒരു ഭ്രാന്തനുണ്ട് അവിടെ. കുറേ ചെറുപ്പക്കാരെ വഴിയാധാരാക്കുക. എത്ര ചെറുപ്പക്കാരാ കോളേജിലൊക്കെ പഠിക്കുന്നവർ അവിടേക്ക് പോകുന്നേ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? നോക്കൂ, കാലമേതാ? 1850കളുടെ കാലഘട്ടം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് 1886 വരെയുള്ള ആ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണല്ലോ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ കൊൽക്കട്ടയിൽ ദക്ഷിണേശ്വരത്ത് താമസിക്കുന്ന കാലം. അതിനു മുമ്പുള്ളത് ദക്ഷിണേശ്വരത്തായിരുന്നില്ല. പിന്നീട് അതും കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടി ഇങ്ങനെ അങ്ങോട്ട് അവസാന കാലത്തേക്ക് വരുമ്പോഴാണ് കൂടുതൽ ശിഷ്യോപദേശവും മറ്റുമായൊരു ജീവിതക്രമത്തിലേക്ക് മാറുന്നത്. ആരാ വന്നു ചേരുന്നേ? എല്ലാം ചെറുപ്പക്കാർ. ഏത് ചെറുപ്പക്കാർ? കോളേജ് വിദ്യാഭ്യാസം, FA കഴിഞ്ഞവർ, BAക്കുള്ളവർ ഒക്കെ. അന്ന് പരമാവധി പഠനം അതേ ഉള്ളൂ. അതിന് മുകളിൽ പഠിക്കണമെങ്കിൽ ബിലാത്തി പോകണം. ഭാരതത്തിൽ പറ്റില്ല. അപ്പോൾ ഭാരതത്തിൽ ലഭിക്കാവുന്നതിൽ പരമാവധി വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരാ. ആ ചെറുപ്പക്കാരാ വരുന്നേ. അന്ന് അവർക്കൊക്കെ ജോലി, എത്ര ശമ്പളമുള്ള ജോലി കിട്ടും? ചിന്തിച്ചു നോക്കൂ. ജോലി ഉറപ്പാ. 10ാം ക്ലാസ് പാസ്സാവേണ്ട ആവശ്യമില്ല അന്ന് വലിയ ജോലി കിട്ടാൻ. കാലഘട്ടം അത്രയും പിന്നിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ ചിന്തയല്ല വേണ്ടത്. ആ ജാതി ചെറുപ്പക്കാരെയൊക്കെ വഴിയാധാരാക്കുന്ന ഒരു കിളവൻ ഇവിടെ ഇരുന്നിട്ട് എന്നാ ലോകദൃഷ്ടിയാണ് പറയപ്പെട്ടത്. ഒരു വിഭാഗം എന്തിന് അങ്ങോട്ട് കടത്തുന്നവർ വരെ ഈ വക വാദങ്ങളെ പറഞ്ഞിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇങ്ങനെയൊരു ദൃഷ്ടി. മറ്റൊരു ദൃഷ്ടി അവിടുന്ന് ചെയ്ത എന്താ പറയേണ്ടത്,
ഈ ഭക്തിപരങ്ങളായ ഉപദേശങ്ങൾ, ധർമ്മപരങ്ങളായ ഉപദേശങ്ങൾ, ഇതൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ ബാഹ്യങ്ങൾ മാത്രമാണ്. അതെല്ലാം നേരത്തെ പറഞ്ഞ ശാഖകളും പൂക്കളും കായകളും ഇലകളും ഒക്കെയാണ്. അല്ലാണ്ട് അവിടുത്തെ പാരമാർത്ഥികമായ ഭാവം നമുക്ക് പറയാനൊക്കില്ല. പിന്നെ എന്ത് പറയുക, ജീവചരിത്രമൊക്കെ പറഞ്ഞിരിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവചരിത്രം സുഖമായി പറയാം. ജനിച്ച നാൾ മുതൽ എങ്ങനെയൊക്കെ കമർപ്പുക്കൂറിൽ അവിടെ ജനിച്ചതും വളർന്നതും കൊച്ചുനാളിലെ ദാരിദ്ര്യങ്ങളും വൈയക്തികമായ അനുഭൂതി വിശേഷങ്ങളും ആദ്യമായി ഒരു തരം ഭാവസമാധിയിലേക്ക് കൊച്ചു കുഞ്ഞായപ്പോൾ തന്നെ ഉയർന്ന സാഹചര്യവും പിന്നീട് പൂജാവൃത്തിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ദക്ഷിണേശ്വരത്തേക്ക് വന്നതും അവിടെ കാളീക്ഷേത്രത്തിലെ ആദ്യം സഹായിയായും പിന്നെ മുഖ്യ പൂജകനായും മാറിയതും ആ പൂജയിലൂടെ ദേവിയുമായി അടുത്തടുത്ത് അനന്യമായിരിക്കുന്ന പരാഭക്തിയിലേക്ക് ഉയർന്നതും ആ അനന്യതയിൽ ലോകസാമാന്യമായ പൂജക ഭാവത്തിനൊക്കെ അപ്പുറത്തേക്ക് എത്തുന്നതും എല്ലാം നമുക്ക് പറയാം. ആ സന്ദർഭത്തിൽ ധാരാളം പേര് എത്തിച്ചേരുകയാണ്. ഗുരുവെ തേടി എങ്ങോട്ടും പോവുകയല്ല. ഈ ഒരു ഭക്തിയുടെ പരമമായ അവസ്ഥയിലേക്ക് ഉയർന്ന് ആ പരമമായ അവസ്ഥ വിധിവിധാനപരമായ എല്ലാത്തിനും ഉപരി പൂജക ഭാവം പോലും അതിക്രമിക്കപ്പെടുന്ന പരാഭക്തിയുടെ തലത്തിലേക്ക് അവിടുന്ന് എത്തുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഗുരുനാഥന്മാരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. പല പദ്ധതികളിൽ നയിക്കാൻ ഉതകുന്നവർ വന്നു ചേരുന്നത്. തോത്താപുരിയുടെ ആഗമനം, നിർവികൽപ്പ ഭാവത്തിലേക്ക് സ്വയം ഉയർന്ന അവസ്ഥാവിശേഷം, അനേക സംവത്സരങ്ങൾ കൊടിയ തപസ്സുകൊണ്ട് നേടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ മഹാപുരുഷൻ പ്രവേശിച്ചപ്പോൾ ഗുരു തന്നെ ആശ്ചര്യഭരിതനാവുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുകയാണ്. അവിടെ വിവിധങ്ങളായ തന്ത്രസാധനകളിൽ അങ്ങേയറ്റം നിപുണയും പ്രസിദ്ധയുമായിരുന്ന ഭൈരവി ബ്രാഹ്മണി എത്തിച്ചേർന്ന് സഭയിൽ ഇത് പരമഹംസരാണെന്ന് സ്ഥാപിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ നമ്മൾ കാണുകയാണ്. ക്രമേണ ആര് എന്ത് തന്നെ ഭ്രാന്തെന്ന് വിളിച്ചാലും പറഞ്ഞാലും നല്ല നെറുന്തേനുള്ള പുഷ്പത്തിലേക്ക് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. തേനീച്ചകളെ, ചിത്രശലഭങ്ങളും തേനീച്ചകളും ഒക്കെ എത്തിച്ചേരുകയാണ്. ആ സമയമാകുമ്പോഴത്തേക്ക് പൂജകൻ്റെ ഉത്തരവാദിത്വം ഇല്ല, ഒന്നുമില്ല, എല്ലാത്തിൽ നിന്നും മുക്തനാക്കിയിരിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്നൊരു ഒരു ആഖ്യാനമുണ്ട്. വിവാഹം കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണിയോട് പണിയാന്നാ. അടിച്ചു വാരണം, അത് അവളുടെ പണിയാണ്. തെളിക്കണം, തുടയ്ക്കണം, അലക്കണം, അടുക്കളയിൽ പണിയെടുക്കണം, എല്ലാ പണിയും അവൾക്കാ. ഭാരം കൊണ്ട് അവൾ പൊറുതി മുട്ടും. പക്ഷേ അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ മെല്ലെ ഓരോ പണിയിൽ നിന്ന് മോചിപ്പിക്കുകയായി. അവസാനമാകുമ്പോഴത്തേക്ക് അവൾ ഒരു പണിയും ചെയ്യേണ്ടെന്നല്ല, അവൾക്ക് വേണ്ടതൊക്കെ അതുവരെ നിർബന്ധിച്ചും വഴക്ക് പറഞ്ഞും ചെയ്യിച്ച അമ്മ തന്നെ നിന്ന് ചെയ്തു കൊടുക്കുന്നാണ് പറയണേ. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്ന ഒരു ആഖ്യാനമാണ്. ഇതെന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതേ അനുഭവമാണ് നമുക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും കാണാൻ കഴിയുക. എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മാറി, എന്നാൽ അവിടത്തെ പ്രതിഷ്ഠിതമായിരിക്കുന്ന അതേ ഭാവത്തിൽ ആദരവോടുകൂടി ശ്രീരാമകൃഷ്ണദേവനെ നോക്കുന്ന, അവിടത്തേക്ക് എന്താണോ നിയമങ്ങൾക്ക് അപ്പുറത്ത് അവിടെ വസിക്കാനും ഉപദേശങ്ങൾ നൽകാനും ഒക്കെയുള്ള സാഹചര്യം അവിടെ ദക്ഷിണേശ്വരത്ത് ഒരുക്കപ്പെടുക, അതൊരു മഹാത്ഭുതമാണ്. ശ്രീരാമൻ്റെ അവതാരം സംഭവിച്ച സമയത്ത്
നമുക്ക് കാണാം പാർഷദന്മാരൊക്കെ അതിനനുസരിച്ച് തയ്യാറായി വന്നിരിക്കുക. അവിടെ ഹനുമാനുടെ അടുത്ത് ഹനുമാനുണ്ട്, സുഗ്രീവന്മാരുടെ അടുത്ത് സുഗ്രീവനുണ്ട്, വിഭീഷണന്മാരുടെ അടുത്ത് വിഭീഷണനുണ്ട്. എല്ലാവരും തയ്യാറാക്കപ്പെട്ടിരിക്കുക. ഇതുപോലെ തന്നെയാണ്. അന്തരംഗ ശിഷ്യന്മാരൊക്കെ വരണ്ടേ? അവർക്ക് പഠിക്കാനും ശ്രവിക്കാനുള്ള സാഹചര്യം വേണ്ടേ? അവർക്ക് നാളെ ഇത് ലോകത്തിലേക്ക് വെളിച്ചം നൽകാനുള്ളതല്ലേ? എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അവിടെ ദക്ഷിണേശ്വരത്ത് തന്നെ ശ്രീരാമകൃഷ്ണദേവൻ താമസിക്കുന്ന അവസ്ഥാവിശേഷം വന്നു. കൂട്ടമായി ജനങ്ങൾ, ജിജ്ഞാസുക്കൾ എത്തിപ്പെട്ടു. വാർത്ത പരന്നു. അങ്ങനെ പരന്നതിൻ്റെ ഫലമാണ് നേരത്തെ ഇവിടെ പരംപൂജ്യ സ്വാമിജി പറയുകയുണ്ടായി, ഇംഗ്ലീഷ് പ്രൊഫസർ നരേന്ദ്രനോട് പറഞ്ഞതും മറ്റും. ഇത് കേവലം നരേന്ദ്രനോട് മാത്രമല്ല, വിദ്യാലയങ്ങളിൽ നിന്ന് അക്കാലത്തെ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ ഓരോരുത്തരും വന്നത് ഈ അറിവ് വ്യാപിച്ചത് കൊണ്ടാണ്. അവരിലൂടെ ഭാരതം വീണ്ടും പ്രകാശപൂർണമായി. അവരിലൂടെ വീണ്ടും പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക്, മഹിമയെ വീണ്ടെടുക്കാനുള്ള അവസ്ഥയിലേക്ക് ഭാരതം എത്തിപ്പെട്ടു. ഇത് കൂടുതലൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും, രാഷ്ട്രത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് പിടിച്ചുയർത്താനും അസ്വാതന്ത്ര്യത്തിൽ നിന്ന് പിടിച്ചുയർത്താനും പ്രവർത്തിച്ച മഹാപുരുഷന്മാരെ എങ്ങനെയൊക്കെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യന്മാർ വാർത്തെടുത്തു എന്നുള്ളത്. അവിടെ നമ്മൾ വിവേകാനന്ദ സ്വാമികളോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്ത് പ്രവർത്തിച്ച നേരത്തെ പറഞ്ഞ മഹാത്മാക്കളെ വളരെ പ്രാധാന്യേന എടുക്കണം. ഭാരതത്തിനകത്ത് പ്രവർത്തിച്ച അഖണ്ഡാനന്ദ സ്വാമിയെ പോലുള്ളവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ചില നുറുങ്ങുകൾ മാത്രമാണ് പറയുന്നത്. ചേർത്ത് വെച്ച് വിഷയത്തെ വിപുലമാക്കേണ്ടത് നിങ്ങളുടെ പണിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജീവചരിത്രവും പറഞ്ഞ് നമുക്ക് ഇവിടെ ഇരിക്കുക, അതിൽ വലിയൊരു അർത്ഥം തോന്നണില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. അതോടൊപ്പം അയർലൻഡിൽ നിന്ന് സ്വാമിജിയുടെ പ്രഭാവത്തിൽ അങ്ങേയറ്റം ആകൃഷ്ടയായി തൻ്റെ സർവസ്വവും സമർപ്പിച്ചു വന്ന മിസ് മാർഗരറ്റ് നോബൽ, അവരാണ് പിന്നീട് നിവേദിതയായത്. ഭാരതത്തിലെ സ്ത്രീ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സമാരംഭം നമുക്ക് നിവേദിതയിൽ കാണാം. പോരാ, അരവിന്ദ ഘോഷിനെ പോലുള്ള, സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ധീരദേശാഭിമാനികളെ വാർത്തെടുത്തതിൻ്റെ പിന്നിൽ നമുക്ക് സിസ്റ്റർ നിവേദിതയെ കാണാം. പോലെയുള്ള എന്ന് പറഞ്ഞതുകൊണ്ട് ഈ രണ്ടുപേരെ മാത്രം പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് പോലെയുള്ള എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അനേകം പേര് ജ്വലിപ്പിച്ച സ്വാതന്ത്ര്യ അഗ്നിയുണ്ടല്ലോ, അത് പലപ്പോഴും നമ്മൾ ഇന്ന് വിസ്മരിക്കാറുണ്ട്. ആവർത്തിച്ച് പറയട്ടെ, അങ്ങനെയുള്ള ധീരന്മാർ ഉയർത്തിയ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായിക്കൊണ്ടുള്ള അഗ്നിയെ നമ്മൾ വിസ്മരിക്കാറുണ്ട്. പകരം നമ്മൾ പലപ്പോഴും പറയും ചർക്ക തിരിച്ച് സ്വാതന്ത്ര്യം വാങ്ങിയെന്ന്. അങ്ങനെ ചർക്ക തിരിച്ചാൽ കിട്ടുമോ സ്വാതന്ത്ര്യം? അങ്ങനെ കിട്ടുന്ന ആരെങ്കിലും പറയുകയാണെങ്കിൽ ചോദ്യങ്ങൾ കുറേ വരും. എന്താണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് ചോദിക്കേണ്ടി വരും. അറ്റ്ലാന്റിക് ചാർട്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധം ഏകദേശമൊക്കെ ചേരികളൊക്കെ വ്യക്തമായി. ഒരു രക്ഷയില്ല, ഒരു പ്രഭാവവും ബ്രിട്ടൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. എന്ത് ചെയ്യും? അമേരിക്കയുടെ സഹായം തേടി അമേരിക്ക ഒറ്റ ഉപാധി മുന്നോട്ട് വെച്ചു, ഞങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് യുദ്ധത്തിൽ പോകാം. പക്ഷേ യുദ്ധം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കോളനികളെ ഒന്നൊന്നായി നിങ്ങൾ മോചിപ്പിക്കണം, കോളനി ഭരണം അവസാനിപ്പിക്കണം. ഒപ്പിടേണ്ടി വന്നു ബ്രിട്ടന്. ഇത് ലോകത്തിന് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുള്ള അമേരിക്കയുടെ ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് നേരിട്ട് രാജ്യങ്ങളുമായി കച്ചവട ബന്ധം സ്ഥാപിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഭാരതമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ത്രൂ ബ്രിട്ടനേ പറ്റുള്ളൂ. ഇതുപോലെ എല്ലാ രാജ്യങ്ങളുമായി നേരിട്ട് കച്ചവട ബന്ധം അമേരിക്കയ്ക്ക് സ്ഥാപിക്കാൻ വേണ്ടി
ബ്രിട്ടൻ്റെ ആ അധീനത്തിൽ നിന്ന് അത് മുക്തമാവണം. ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പിട്ടതിൻ്റെ പരിണാമം തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടർന്ന് ഒന്നൊന്നായി എല്ലാ കോളനികളെയും മോചിപ്പിച്ചത്. ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ കഴുമരത്തിന് മുകളിലേക്ക് കയറുമ്പോഴും ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ലവലേശം വ്യതിചലനമില്ലാതെ തങ്ങളുടെ സകലവും സമർപ്പിച്ച ധീര കേസരികളെ വിസ്മരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മുഴുവൻ എന്താ പറയേണ്ടത് അട്ടിപ്പേറ് നമ്മൾ ചിലർക്ക് മാത്രം പകർന്നു നൽകുമ്പോൾ അത് മഹാപാപമാണ്. ആ പാപം കുറേ കാലം നമ്മൾ ആവർത്തിച്ചു. ഇനിയെങ്കിലും അത് അനുവർത്തിക്കാതിരിക്കണം. ആരെയും അനാദരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ആദരിക്കേണ്ടവരെയൊക്കെ ആദരിക്കണം. പക്ഷേ ചിലരെ ആദരിക്കുന്നതിൻ്റെ ആധിക്യത്തിൽ മറ്റുള്ളവരെ വിസ്മരിക്കുന്നത് കൊടിയ പാപമാണ്. അത് കുറേ കാലം നടന്നു. ഇനിയിപ്പോൾ അത് നടക്കാത്തൊരു കാലമായി ഇപ്പോൾ. എന്നാലും കുറേയും കൂടിയൊക്കെ ഒരു 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 ആർജവമൊക്കെ വർദ്ധിക്കാനുണ്ട്. അത് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക അത്തരം ധീരന്മാരെ വളർത്തിയെടുത്തതിൻ്റെ പിന്നിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരെയാണ് നമ്മൾ ഏറ്റവും അധികം കാണുന്നത്, ഏറ്റവും അധികം. അപ്പം എന്തെല്ലാം സങ്കല്പത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഇത്തരം രാഷ്ട്രസംബന്ധിയായ വിഷയങ്ങളൊന്നും അവിടുന്ന് പറഞ്ഞതായിട്ട് എവിടെയും നമ്മൾ വായിച്ചിട്ടില്ല. കേവലമായ വേദാന്തത്തിൻ്റെ പരാഭക്തിയുടെ ധർമ്മത്തിൻ്റെ തലങ്ങളിൽ സ്വയം വിഹരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ധീരന്മാരെ വാർത്തെടുത്ത ആ മഹിമ എന്താ? ഇനി ഇതൊക്കെയാണോ അവിടുത്തെ മഹിമ? ഇതൊന്നുമല്ല. ഇതൊക്കെ പൂവും കായും വേരും ഒക്കെയാണ്, ഇലയും ഒക്കെയാണ്. വേര് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് കാണാനൊട്ട് അധികം ശ്രമിക്കണമില്ല. അത് കാണാൻ അധികം ശ്രമിക്കണമില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, അവിടുന്ന് നമുക്ക് തന്ന കൃതികളിലൂടെ നമ്മൾ ഒന്ന് സഞ്ചരിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ ഒന്നും എഴുതി തന്നിട്ടില്ല, നമുക്ക് ഒന്നും എഴുതി തന്നിട്ടില്ല. പക്ഷേ വിപുലമായ ഒരു സാഹിത്യം അവിടുത്തെ പിന്തുടർച്ചയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചത് വായിക്കുക. പ്രത്യേകിച്ച് ഇവിടെ യുവത്വം ഇനിയും ശേഷിച്ച മനസ്സുകൾ, യുവ ശരീരം എന്ന് പറഞ്ഞിട്ടില്ല, യുവ മനസ്സ്, യുവ ശരീരമായാലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, ഒരു കാലവും നിഷേധിക്കാനാവാത്ത രീതിയിൽ റോമൻ റോളൻ്റെ ഭാഷ അനുവർത്തിച്ചാൽ അനിഷേധ്യമായ വൈദ്യുത പ്രസരണം പോലെ നമ്മളിലേക്ക് ധർമ്മത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഒക്കെ സന്ദേശം ലഭിക്കുന്ന വലിയൊരു സ്രോതസ്സാണ് സ്വാമിജിയുടെ രചനകൾ, പ്രസംഗങ്ങൾ. അതുകൊണ്ട് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എങ്കിലും ഒന്ന് ദിവസവും പാരായണം ചെയ്യാൻ, കുറച്ച്, അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ആ ഒരു വ്രതം നമ്മൾ ഒന്ന് ദീക്ഷിച്ചാൽ നമുക്ക് സുവ്യക്തമായി ആരാണ് ശ്രീരാമകൃഷ്ണദേവനെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ എവിടെ എത്തുകയില്ല, അതിനൊട്ട് പരിശ്രമിക്കുന്നുമില്ല. ഏതായാലും നല്ലപോലെ ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞു.